നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങൾ അത് തുറന്നു പറയാനും ചർച്ച ചെയ്യാനും പോലും പൊതുവെ ഒരു മടിയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഒട്ടും തന്നെ അത് തുറന്നു പറയാതിരിക്കുക എന്നുള്ളതാണ് രീതി. പക്ഷേ തീർച്ചയായിട്ടും ഈ യോനി സങ്കോചം കൃത്യമായ ചികിത്സയിലൂടെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ആദ്യഘട്ടത്തിൽ ചില റിലാക്സേഷൻ പരിശീലനങ്ങൾ നൽകേണ്ടി വരും. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ പോലെയുള്ള ചില പരിശീലനങ്ങൾ നൽകി അവരുടെ ഉത്കണ്ഠയെ ലഘൂകരിക്കലാണ് ആദ്യപടി. ഇത് കഴിഞ്ഞാൽ കെഗൽസ് എക്സർസൈസ് എന്നൊക്കെ പറഞ്ഞ് യോനിയിലെ പേശികളുടെ വഴക്കം കൂട്ടുന്ന ചില വ്യായാമങ്ങളുണ്ട്. അതൊരു 3 മാസം തൊട്ട് 4 മാസം വരെ കൃത്യമായിട്ട് പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ യോനി സങ്കോചത്തിന് നല്ല രീതിയിലുള്ളൊരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആവശ്യമുള്ള പക്ഷം സീരിയൽ ഡയലറ്റേഷൻ പോലെയുള്ള സങ്കേതങ്ങളും ചികിത്സയുടെ ഭാഗമാക്കാം. വളരെ തീവ്രമായ ഉത്കണ്ഠയുണ്ട് എങ്കിൽ ചില ആളുകൾ പറയാറുണ്ടത് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നെഞ്ച് കിടന്ന് പടപട ഇടിക്കും, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ രാത്രിയിൽ ഉറക്കം കിട്ടാത്ത അവസ്ഥ വരും. ഭർത്താവും ഭാര്യയും വേർപിരിഞ്ഞ് അല്ലെങ്കിൽ ഒരുപക്ഷെ 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്യായിരിക്കാം, വീക്കെൻഡ്സിൽ ഒരുമിച്ച് കാണുന്നു. അപ്പം ഭർത്താവിനെ കാണേണ്ടി വരും എന്ന് ഓർക്കുമ്പോൾ തന്നെ തലേന്ന് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നത്. അത്രത്തോളം തീവ്രമാണ് ഉത്കണ്ഠയെങ്കിൽ ആ ഉത്കണ്ഠ ലഘൂകരിക്കാൻ സഹായിക്കുന്ന ഉത്കണ്ഠ വിരുദ്ധ മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ മരുന്നുകളും ഈ പരിശീലനങ്ങളും ഉപയോഗിച്ചാൽ യോനി സങ്കോചം പൂർണ്ണമായും മാറ്റിയെടുക്കാം.